വീട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ടടി? അച്ഛനെ ശരിക്കും തല്ലി ഒരു പരുവാക്കിയ മാർക്കോ. ഷോ, അച്ഛനെ മാത്രമല്ല വാമദേവനും കിട്ടി ശരിക്കും. ഉണ്ണിയേട്ട നഷ്ടപരിഹാരം വേണമെന്ന് തന്നെയാ പറയുന്നത്. അച്ഛനിപ്പോ അച്ഛന്റെ ലോറിയും ക്വാറിയും ഒക്കെ വിൽക്കേണ്ട അവസ്ഥയാ. അതൊക്കെ എന്തിനാ നീ എന്നോട് പറയുന്നേ? അമ്മേ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ ഉണ്ണിയേട്ടന് തന്നെ നോക്കി നടത്താലോ. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരുവാണെങ്കിലും അതുകൊണ്ട് ഞങ്ങൾക്ക് ലാവിഷായിട്ട് ജീവിക്കാം. നീയൊന്നും ലാവിഷായിട്ട് ജീവിക്കാൻ പാടില്ലടി. കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കണം. കേസ് വാദിക്കുന്നതേ കണ്ണനാ. അവൻ നഷ്ടപരിഹാരം വേണമെന്ന് കോടതിയിൽ വാദിച്ചു കഴിഞ്ഞ അതിനൊപ്പം നിൽക്കാനേ ഞങ്ങൾക്ക് പറ്റൂ. പിന്നെ അത് വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് ഉണ്ണിക്ക. അവന് ഭാര്യയും അമ്മായിയച്ഛനെന്നൊന്നുമില്ല. അവന് പണം കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിലേ അതവൻ മേടിച്ചിരിക്കും. ആ ദാ, ഇവള് വീട്ടിൽ പോയി അച്ഛനെ കണ്ടിട്ട് വന്നിരിക്കുക. ഇവളുടെ അച്ഛന് അവന്റെ ലോറിയും ക്വാറിയും ഒക്കെ വിൽക്കേണ്ടി വരുമെന്ന് കേസ് നടത്താനായിട്ട്. നിന്റെ അച്ഛന് കഷ്ടിച്ചൊരു ലോറി മാത്രമുള്ള സമയത്താ പ്രതാപൻ എന്റെ അച്ഛനെ കൊന്നത്. അന്ന് കിട്ടിയ പണത്തിനാ പ്രതാപൻ എന്ന നിന്റെ അച്ഛൻ പലതും സ്വന്തമാക്കിയത്. അതൊക്കെ കേസ് നടത്തി തന്നെ അവന് നഷ്ടപ്പെടട്ടെ. എന്റെ അച്ഛന്റെ കൊലപാതകത്തിലൂടെയല്ലേ അവനെല്ലാം ഉണ്ടാക്കിയത്. അപ്പൊ ആ കൊലപാതകത്തിന് കേസ് പറഞ്ഞു തന്നെ പ്രതാപചന്ദ്രൻ തൊലയട്ടെ. കേട്ടല്ലോ പറഞ്ഞത്? അത് തന്നെയാ എന്റെയും നിലപാട്. ഒരുത്തന് കൊടുത്തുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളെല്ലാം കണ്ണം വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞു. ഇനിയിപ്പം മേഘനും വാമനും ഒന്നും കാലണ ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ വാമന്റെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നീ ആയിട്ട് നിന്റെ അച്ഛന് വേണ്ടി വാദിക്കാൻ നിൽക്കണ്ട. അവനെയും വാമദേവനെയും സ്ഥിരമായിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതേ കാണാൻ വേണ്ടി കാത്തിരിക്കുക ഞാൻ. നിന്നെ മഹി അടുക്കളയിൽ കയറ്റിയതും നിന്നെ കൊണ്ട് അയാൾ വീട് പണി ചെയ്യിച്ചതും എല്ലാം നിന്റെ നന്മയെ കരുതിയിട്ടാ. നീ ഉണ്ണി എന്തെങ്കിലും വീട് മാറി താമസിക്കുകയാണെങ്കിൽ നിനക്ക് ആ വീട് നോക്കാൻ കഴിയണം. അങ്ങനൊരു നല്ല ഉദ്ദേശം കൂടി അതിന്റെ പിന്നിലുണ്ടായിരുന്നു. പക്ഷെ നിനക്കത് മനസ്സിലായില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഉണ്ണിയെ പടിയിറക്കി വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും ചില നല്ല ഉദ്ദേശങ്ങളുണ്ട്. മറ്റുള്ളവരെ ആശ്രയിച്ചും മറ്റുള്ളവരുടെ തണലിലും ജീവിതം ജീവിച്ചു തീർക്കാന്ന് കരുതിയാൽ പാതി വഴിയിൽ മനുഷ്യന് കുഴഞ്ഞു വീഴേണ്ടി വരും. അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കട്ടെ. സാധാരണ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ആത്മാഭിമാനമുള്ള ഭാര്യ ഭർത്താവിനോട് പറയും, ഇനിയിപ്പോ കടിച്ചു തൂങ്ങണ്ട, നമുക്ക് വേറെ മാറി ജീവിക്കാന്ന്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികള്. അതുകൊണ്ട് വീട് മാറി താമസിക്കാൻ നീ നിന്റെ മനസ്സിനെ പാകപ്പെടുത്തണം. പിന്നെ ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇവിടേക്ക് കുഞ്ഞുമായിട്ട് മടങ്ങി വരുന്ന എന്റെ ഭാര്യ. മഹി അനിയത്തെ അവളുടെ ഭർത്താവിനെ ഇവിടുന്ന് പുറത്താക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അയാൾക്ക് മുകളിൽ ഒരു തീരുമാനം എടുക്കില്ല. എന്തായാലും തൽക്കാലം അയാളത് പറഞ്ഞിട്ടില്ല. ഈ വീടിന് പുറത്തിറങ്ങിയ ഞാനല്ല അനുഭവിക്കാൻ പോകുന്നത്, എന്റെ കുഞ്ഞ്. കാരണം കുഞ്ഞിന് പോലും ചെലവിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്.